ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ആഴ്ചത്തിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സുകൾ എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്തെങ്കിലും ഡൗട്ട്, ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സ് എല്ലാം ഒരു MCQ ടൈപ്പിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ചോദ്യത്തിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ഭാഷകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ AI സംയോജിപ്പിച്ച് വികസിപ്പിച്ച സാങ്കേതിക വിദ്യ എന്താണെന്നുള്ളതാണ് അല്ലേ. എന്താണ്? ഇന്ത്യൻ ഭാഷകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ AI സംയോജിപ്പിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കും വരിക? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഏതായിരിക്കും വരിക? ഭാഷണിയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. ഏതാണത്? ഭാഷണിയാണ്. ഇനി എങ്ങനെ ഓർത്തിരിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ഈ പറയുന്ന പണ്ട് കാലങ്ങളിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് കോളാമ്പി പോലുള്ള വലിയ സാധനങ്ങൾ ഉപയോഗിക്കുമായിരുന്നു അല്ലേ. അപ്പോൾ അതിനൊക്കെ നമ്മൾ വിളിച്ചിരുന്ന പേര് ഉച്ചഭാഷണികൾ എന്നാണ് അല്ലേ. പറയുന്ന പഴയ കോളാമ്പി പോലുള്ള സംവിധാനങ്ങളൊക്കെ വെച്ച് എന്ത് ചെയ്യുക, വിളിച്ച് പറയുന്നത് നമ്മൾ വിളിച്ചിരുന്ന ഉച്ചഭാഷണികൾ എന്നായിരുന്നു അല്ലേ. അപ്പം അങ്ങനെ ചോർത്തിരുന്നാൽ മതി അല്ലേ. ഇന്ത്യൻ ഭാഷകൾക്കായിട്ട് കേന്ദ്ര സർക്കാർ AI സംയോജിപ്പിച്ച് വികസിപ്പിച്ച സാങ്കേതിക വിദ്യ ഏതാണെന്ന് ചോദിച്ചതാണ്. അത് ഭാഷിണിയാണെന്ന് ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിയോ ടു ടെക്സ്റ്റ് സംവിധാനമുള്ള ഒരു AI പ്ലാറ്റ്ഫോമും കൂടിയാണെന്ന് പറയുന്നത് ഈ പറയുന്ന ഭാഷിണി എന്ന് പറയുന്നത്. അതായത് സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ എന്ത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കയറ്റുക, അതുവഴി ഒരുപാട് സമയം എടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ ഭാഷണികളുണ്ട് ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒഫീഷ്യൽ ലാംഗ്വേജസിലെല്ലാം എന്ത് ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അത് പറയുന്ന രീതിയിൽ ഓഡിയോ എന്താക്കി മറ്റേ ടെക്സ്റ്റ് ആക്കി മാറ്റിയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി അല്ലേ. പിന്നെ അതിനുള്ള എറർ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇച്ചിരി കൂടെ അവർക്ക് എന്താണ് എളുപ്പമാകും എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഈ പറയുന്ന കാഴ്ച പരിമിതിയൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, ഈ പറയുന്ന രീതിയിൽ കാഴ്ചക്ക് ഈ പറയുന്ന രീതിയിൽ എന്താണ് ഈ കാണുന്നതിലൊക്കെ ഈ പറയുന്ന ഡയോപ്റ്ററൊക്കെ കുറഞ്ഞിട്ടുള്ള ആളുകൾ, ഈ പറയുന്ന 6/6 സ്നെല്ലം തന്നെ എല്ലാവർക്കും വേണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കണ്ണിനെതിരെ കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഉപകാരപ്രദമാകുന്ന ഒന്നുകൂടിയാണ് ഈ ഭാഷണി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന്റെ വേദിയായത് എവിടെയാണെന്നുള്ളതാണ് അല്ലേ. ഇതാണ് പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയായിട്ടുണ്ടായിരുന്നത് എവിടെയാണെന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഏതായിരിക്കാം വരിക? പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയായിരിക്കാം? തിരുവനന്തപുരമാണ് അല്ലേ. ഏതാണത്? തിരുവനന്തപുരമാണെന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കേരള ഫോക്ലോർ അക്കാദമി അല്ലേ. കേരള ഫോക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്ന എവിടെയായിരിക്കാം? ചിറക്കലാണ് അല്ലേ. എവിടെയാണത്? ചിറക്കലാണ്. ചിറക്കൽ, കണ്ണൂര് അല്ലേ. കണ്ണൂർ ചിറക്കലാണ് എന്ത് ചെയ്യുന്നത്, കേരള ഫോക്ലോർ അക്കാദമി എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം പ്രഥമ കേരള ഇന്റർനാഷണൽ ഫോക്ക് ഫെസ്റ്റിവലിന് വേദിയായത് എവിടെയാണത്? തിരുവനന്തപുരമാണെന്ന് ഓർത്തിരിക്കുക അല്ലേ. എവിടെയാണത്? തിരുവനന്തപുരമാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. തിരുവനന്തപുരം. സെറ്റല്ലേ. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഫോക്ക് ഫെസ്റ്റിവലിൽ നിന്ന് പഠിച്ചപ്പോഴാണ് എന്ത് പഠിച്ചത്? ഫോക്ലോർ അക്കാദമി എവിടെയാണെന്ന് പഠിച്ചത്. എവിടെയാണെന്ന് ഓർത്തിരിക്കുക. അത് ചിറക്കൽ, കണ്ണൂരാണ്. അടുത്തത് 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന 25% തീരുവ 18% കുറച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതാണെന്നുള്ളതാണ് അല്ലെ. 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ എന്ത് ചെയ്യുന്നത്, ചുമത്തിയിട്ടുണ്ടായിരുന്ന 25% തീരുവ എന്നുള്ളത് 18% കുറച്ചിട്ടുണ്ടായിരുന്ന രാജ്യം ഏതായിരിക്കാം ആ രാജ്യം? 25% തീരുവ 18% കുറച്ചിട്ടുണ്ടായിരുന്ന രാജ്യം. ഓക്കെ, ദ താരിഫ് കിങ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരായിരിക്കാം? താരിഫ് കിങ് എന്നറിയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപ് ആണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ രാജ്യം ഏതായിരിക്കാം? USA ആണ്. അപ്പൊ അങ്ങനെ ചോർത്തിരിക്കുക. ഈ പറയുന്ന 2026 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന 25% തീരുവ എന്നുള്ളത് 18% കുറച്ചിട്ടുണ്ടായിരുന്ന രാജ്യം അത് അമേരിക്കയാണെന്ന് ഓർത്തിരിക്കുക അല്ലേ. ഏതാണത്? അമേരിക്കയാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓർത്തിരിക്കുക. ഏതാണത്? അമേരിക്കയാണ്. ഓക്കെ അല്ലേ. ഇപ്പൊ പറയുന്ന US ഇന്ത്യ ട്രേഡ് ഡീലിന്റെ ഭാഗമായിട്ട് എന്താണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു തീരുവ ഇളവ് എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ചിത്രങ്ങൾ ബഹിരാകാശത്ത് വെച്ച് പകർത്തിയ ആദ്യ ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് ഏതാണെന്നുള്ളതാണ് അല്ലേ. എന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ, അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഒക്കെ എന്ത് ചെയ്യുന്ന ചിത്രങ്ങൾ ബഹിരാകാശത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുന്നത്, പകർത്തിയിട്ടുണ്ടായിരുന്ന ആദ്യ ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് ഏതാണെന്നുള്ളതാണ് അല്ലേ. ഏതാണത്? ഏതായിരിക്കാം വരിക?
അസിസ്റ്റ BST എയറോസ്പേസ് എന്നുള്ളതാണ് അല്ലെ. അസിസ്റ്റ BST എയറോസ്പേസിന്റെ സാറ്റലൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തില് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നത് ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് ഏതാണത്? അസിസ്റ്റയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അല്ലെ. ഏതാണത്? അസിസ്റ്റയാണ്. ഒരു ഓർത്തിരിക്കുക, ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് ആണ് ഇല്ലേ. ഇന്ത്യൻ സ്വകാര്യ സാറ്റലൈറ്റ് ആണ്. പ്രധാനമായിട്ടും ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം പ്രധാനമായിട്ട് അതിന് ചുക്കാൻ പിടിക്കുന്ന ISRO ആണ് അല്ലേ. അതിന് സഹായം അതിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപഗ്രഹം, അപ്പോൾ എന്താണ് അതിൻ്റെ പേര്? അസിസ്റ്റ അല്ലേ. ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണങ്ങളെക്കുറിച്ചും ബഹിരാകാശത്തിലെ വിക്ഷേപണങ്ങളെക്കുറിച്ചും ബഹിരാകാശ ഈ പറയുന്ന യാത്രകളെക്കുറിച്ചും അല്ലെങ്കിൽ പറയുന്ന അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളെ പറ്റിയൊക്കെ എന്ത് ചെയ്യും നമ്മൾ സഹായിക്കുന്ന അസിസ്റ്റ് ചെയ്യുന്ന അല്ലെ. അങ്ങനെയൊക്കെ ചോർത്തിരിക്കുക, അസിസ്റ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ്. അപ്പോൾ അസിസ്റ്റ BST എയറോസ്പേസ്. ഓക്കെ, അടുത്തത് 2047 കൂടി തന്നെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണെന്നുള്ളതാണ് അല്ലേ. എന്താണത്? 2047 കൂടി തന്നെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. ഏതായിരിക്കാം വരിക? ഓക്കെ, ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള പേരുകളല്ല എല്ലാം എന്ന് പറയുന്നത് അല്ലേ. അത്ര വലിയ സുപരിചിതമായിട്ടുള്ള പേരുകളല്ല എല്ലാം എന്ന് പറയുന്നത്. കാരണം നോക്കി എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള പേരുകളാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അൽവാർ ആണ് അല്ലേ. അത് അൽവാർ ആണെന്നുള്ള എന്ത് ഓർത്തിരിക്കുക, അൽവാർ. ഓക്കെ, ഇനി അൽവാർ എവിടെയാണെന്ന് ചോദിച്ചാൽ അൽവാർ എവിടെയായിരിക്കാം? അൽവാർ രാജസ്ഥാനിലാണ്. ഓക്കെ, രാജസ്ഥാനിലെ അൽവാർ ആണ് എന്നുള്ളതാണ് എന്ത് ശരിയായിട്ടുള്ള ഉത്തരവ് എന്ന് പറയുന്നത്. 2047 കൂടി തന്നെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതായിരിക്കാം? അത് അൽവാർ ആണ് അല്ലേ. ആറ് സഹായത്തോടു കൂടി തന്നെ ആയിരിക്കും ഇവർ ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നത് ഒരു പദ്ധതി വിജയകരമാക്കിയിട്ടുണ്ടായിരിക്കുക. ആറ് സഹായം വേണം? ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അതായത് IRDAയുടെ സഹായം വളരെ അത്യന്താപേക്ഷിതമാണ് അല്ലേ. ഓർത്തിരിക്കുക, ഈ പറയുന്ന 2047 കൂടി തന്നെ എല്ലാവർക്കും ഇൻഷുറൻസ് എന്ന പദ്ധതിയുടെ ഭാഗമായി 100% ഇൻഷുറൻസ് പരിരക്ഷ കൈവരിച്ചിട്ടുണ്ടായിരുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് അൽവാർ ആണ്. ഓക്കെ, എന്താണത്? അൽവാർ ആണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അത് യുദ്ധമായിരുന്നു, യുദ്ധത്തിൽ എന്ത് ജയിച്ചു? വാറായിരുന്നു അല്ലെ. ആ വാറിൽ എന്ത് ചെയ്തു? രാജസ്ഥാൻ ജയിച്ചു എന്നുള്ളതാണ് അല്ലെ. എന്താണ് ഒരു യുദ്ധത്തിൽ എന്ത് ചെയ്തു? ഈ പറയുന്ന രീതിയിൽ രാജസ്ഥാൻ ജയിച്ചു, അൽവാർ. ഓക്കെ അല്ലേ. അടുത്ത നോക്കുക, 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ പൊതുഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്നുള്ളതാണ് അല്ലേ. എന്താണത്? 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ പൊതുഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ എവിടെയായിരിക്കും ഉപയോഗിക്കുക? പ്രധാനമായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ട് ഈ പറയുന്ന പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി ഏതായിരിക്കാം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതായിരിക്കാം? അത് ഈ പറയുന്ന ന്യൂഡൽഹിയാണ്. അപ്പോൾ ഉത്തരം ഏതായിരിക്കും വരിക? അത് ന്യൂഡൽഹിയാണ് അല്ലേ. ഏതാണത്? ന്യൂഡൽഹിയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് വെച്ച് ഓർത്തിരിക്കുക. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ പൊതുഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? അത് ന്യൂഡൽഹിയാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓർത്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പൊല്യൂഷൻ എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വായു മലിനീകരണമുള്ള എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് അല്ലെ. അപ്പോൾ വായു മലിനീകരണം ഉണ്ടാക്കുന്ന എന്തൊക്കെ ആയിരിക്കാം? ഫാക്ടറികൾ ഒന്ന്, രണ്ടാമത് ഈ പറയുന്ന വാഹനങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഓടുന്ന വാഹനങ്ങൾ അല്ലേ. ഈ പറഞ്ഞ രീതിയിൽ എന്താണ് ഈ പറയുന്ന ബസ്സുകൾ, കാറുകൾ, മോട്ടോർ ബൈക്കുകളൊക്കെയാണ് അല്ലേ. അപ്പോൾ എന്താ അത് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഇലക്ട്രിക് ബസ്സുകളിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന സംസ്ഥാനം ഏതായിരിക്കാം? അത് ന്യൂഡൽഹിയാണ്. ഓക്കെ, അടുത്തത് 2026 ഫെബ്രുവരിയിൽ നടന്ന ജപ്പാന്റെ പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഭൂരിപക്ഷം നേടി ഭരണം നിലനിർത്തിയിട്ടുണ്ടായിരുന്ന ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ് അല്ലേ. ഇത് ഓർത്തിരിക്കുക കേട്ടോ, ഈ ഒരു പേര് ഓർത്തിരിക്കുക. ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ ജപ്പാന്റെ പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷം നേടി ഭരണം നിലനിർത്തിയ ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. ആരാണത്? സനെ തകേച്ചിയാണ് അല്ലെ. ആരാണത്? സനെ തകേച്ചിയാണ്. ഓക്കെ, സനെ തകേച്ചിയാണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. അതിന് മുമ്പ് തൊട്ട് മുമ്പ് സനെ തകേച്ചിക്കൊക്കെ മുമ്പ് എന്ത് ചെയ്യുന്നത് ജപ്പാന്റെ ഭരണത്തിലുണ്ടായിരുന്ന ആരായിരുന്നു? ഷിഗേരു ഇഷിബെ ആയിരുന്നു അല്ലേ. ഈ ഷിഗേരു ഇഷിബെ എന്ത് ചെയ്യുന്നത് സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ആര് വരുന്നത്?
ആര് വരിക? ആ സനെ തകേച്ചി ആ സ്ഥാനത്തിലേക്ക് വരിക എന്നുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ 2026 ഫെബ്രുവരിയിൽ നടന്ന ജപ്പാന്റെ പൊതു തെരഞ്ഞെടുപ്പിൽ ചരിത്രപരമായ ഭൂരിപക്ഷം നേടി ഭരണം നിലനിർത്തിയ ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആരായിരിക്കും? അത് ഈ പറയുന്ന സനെ തകേച്ചി ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ആരാണത്? സനെ തകേച്ചി ആണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? അടുത്തത്, രാജ്യത്തെ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സൈബർ ഓപ്പറേഷൻ ഏതാണെന്നുള്ളതാണ് അല്ലേ. എന്താണ്? രാജ്യത്തെ സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഡൽഹി പോലീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സൈബർ ഓപ്പറേഷൻ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സൈബർ ഓപ്പറേഷൻ ഏതായിരിക്കാം വരിക? ഏതായിരിക്കാം സൈബർ ഓപ്പറേഷൻ? ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0 എന്നുള്ളതാണ് അല്ലേ. ഈ പറയുന്ന ഓപ്പറേഷൻ സൈബർ ഹോക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. എങ്ങനെ ഓർത്തിരിക്കാം? സൈബർ തട്ടിപ്പുകൾക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. സൈബർ തട്ടിപ്പുകൾക്കെതിരെയാണ് എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം അത് നടത്തിയത് ആരാണ്? ഡൽഹി പോലീസാണ്. അപ്പം ആ ഒരു ഓപ്ഷനകത്ത് ഓപ്പറേഷൻ സൈബർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഓപ്പറേഷൻ സൈബർ ഓൾറെഡി അതിനകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഹോക്ക് 3.0 അല്ലേ. ഈ പറയുന്ന ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0 ആണ് എന്ത് ചെയ്യാൻ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. ഓപ്പറേഷൻ സൈബർ ഹോക്ക് 3.0 എന്നുള്ളതാണ് അല്ലേ. അടുത്തത്, ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. എന്നാണ് ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലേ. ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കും വരിക? ഏതായിരിക്കാം? ഉത്തർപ്രദേശാണ് അല്ലേ. ഏതാണത്? ഉത്തർപ്രദേശാണ്. ഈ പറയുന്ന ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സംഭാവനകൾ നൽകുന്ന ഒരു സംസ്ഥാനവും കൂടിയാണ് ഈ പറയുന്ന ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യയുടെ GDP-യിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അല്ലേ. ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തമിഴ്നാടിന് ശേഷം ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്ന GDP-യിൽ സംഭാവന നൽകുന്ന സംസ്ഥാനമാണെന്ന് പറയുന്നത് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അല്ലേ. ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. അപ്പം ബജറ്റ് സമ്മേളനത്തിൽ സ്വന്തം സാമ്പത്തിക സർവേ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതായിരിക്കാം? അത് ഈ പറയുന്ന ഉത്തർപ്രദേശ് ആണല്ലേ. ഏതാണത്? ഉത്തർപ്രദേശ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്തത്, സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ തന്നെ ആദ്യ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണെന്നുള്ളതാണ് അല്ലേ. സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ തന്നെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതായിരിക്കാം വരിക? ഏതായിരിക്കാം വരിക? അപ്പോൾ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് അവിടെ നൽകിയിട്ടുണ്ട്. എങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അടുത്തിടെയായിട്ട് നമ്മുടെ ഇന്ത്യയുടെ പേര് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ ഈ പറയുന്ന രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ എന്ത് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യ സ്റ്റാർട്ടപ്പ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് എപ്പോഴും തുടങ്ങാറുള്ളത് അല്ലേ. അപ്പം ഇപ്പോൾ പ്രധാനമായിട്ട് ഇന്ത്യ എന്നുള്ളതല്ല നമ്മൾ പറയാറ്. ഇപ്പം നമ്മൾ അധികം പറയാറ് ഭാരത് എന്നുള്ളതാണ് പറയാല്ലേ. ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഭാരത് എന്ത് ചെയ്യുന്നത്? ഓടിക്കുന്ന ടാക്സി അല്ലെങ്കിൽ ഇന്ത്യയിൽ ഓടിക്കുന്ന ടാക്സി ഏതാണത്? ഭാരത് ടാക്സി. ഓക്കെ, ഇന്ത്യയിൽ ഓടിക്കുന്ന ടാക്സി. അപ്പോൾ എന്താണത്? ഭാരത് ടാക്സിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിലുള്ള രാജ്യത്തെ തന്നെ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സർവീസ് ഏതാണത്? ഭാരത് ടാക്സിയാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. QS ബെസ്റ്റ് സ്റ്റുഡൻറ് സിറ്റീസ് റാങ്കിങ്ങിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നഗരമാണെന്നുള്ളതാണ് അല്ലേ. QS ബെസ്റ്റ് സ്റ്റുഡൻസ് സീറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന നഗരം ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാൻ വരിക? നമ്മുടെ ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ. നമ്മുടെ ക്യാപിറ്റൽ സിറ്റി തന്നെയാണ് ഏറ്റവും ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഏതായിരിക്കും വരിക? ഡൽഹിയാണ് അല്ലേ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന സ്ഥലം ഏതായിരിക്കാം? ഈ പറഞ്ഞ രീതിയിൽ ഇന്ത്യ ആയിരിക്കും അല്ലെ. ഈ പറയുന്ന ഇന്ത്യ പ്രധാനമായിട്ട് ഇന്ത്യ എന്നുള്ള പേര് കേൾക്കുമ്പോൾ വിദേശികൾ പെട്ടെന്ന് ഓർമ്മ വരിക ഇന്ത്യ അല്ലെങ്കിൽ പറഞ്ഞ ന്യൂഡൽഹി ഒക്കെ ആയിരിക്കാം. ആണല്ലോ, ഡൽഹി ആയിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക. അപ്പോൾ അതുകൊണ്ട് ഒരു പഠനത്തിനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതായിരിക്കാം? ഡൽഹി ആയിരിക്കാം. ഓക്കെ, അങ്ങനെയൊക്കെ വെച്ച് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അങ്ങനെ മാത്രമല്ല ഈ പറഞ്ഞ ബാംഗ്ലൂരിലും മുംബൈയിലും ഈ പറഞ്ഞ കേരളത്തിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ വിദേശികളായിട്ടുള്ള ആളുകൾ വന്ന് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പറയുന്ന എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ QS ബെസ്റ്റ് സ്റ്റുഡൻറ് സിറ്റിംഗ്സ് റാങ്കിങ്ങിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും ചിലവ് കുറഞ്ഞ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഡൽഹിയാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ നിർമ്മിക്കുന്ന മെഗാ ഡാം പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലെ. ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ നിർമ്മിക്കുന്ന മെഗാ ഡാം പദ്ധതി ഏതാണെന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഏതായിരിക്കാൻ വരിക? ഏതായിരിക്കാൻ വരിക? സാവൽകോട്ട് മെഗാ ഡാം പദ്ധതിയാണ്. സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി. സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി എങ്ങനെ സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി ഓർത്തിരിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പറയുന്ന രീതിയിൽ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉണ്ടല്ലോ. ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ ഭാഗമായിട്ട് ഈ പറയുന്ന സിന്ധു നദിയിലെ വെള്ളമൊക്കെ എന്ത് ചെയ്യണം? ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്ത് ചെയ്യണം? ഒരുമിച്ച് ഒരേപോലെ പങ്കിട്ടെടുക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പം മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് ആ വെള്ളം ഇപ്പം എന്താണ് നമ്മളിങ്ങനെ കെട്ടി നിർത്തിയിട്ട് വളരെ കുറച്ച് മാത്രമേ ഇങ്ങോട്ടേക്ക് വിടുന്നുള്ളൂ, പാകിസ്ഥാനിലേക്ക് വിടുന്നുള്ളൂ.
ഓക്കെ, അതെങ്ങാണ് നമ്മൾ തുറന്ന് എന്ത് ചെയ്യും, അതെങ്ങാണ് തുറന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനുള്ളവരെല്ലാം ചത്തുപോകും. ഓക്കെ, അതാണ് സാവടിക്കും എന്ന് പറയും. ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യും, പറയുന്ന തമിഴ് വേണമെങ്കിൽ പറയാം, ഈ പറയുന്ന രീതി എന്ത് ചെയ്യും, സത്തുപോകും, അല്ലെങ്കിൽ പറയുന്നത് മരിച്ചു പോകും. അപ്പം അങ്ങനെ ഓടിച്ചിരിക്കുക, സാവൽകോട്ട് അവരെല്ലാം മരിച്ചു അല്ലെ, പറയുന്ന സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി. ഓക്കെ, മനസ്സിലായോ? സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി. അപ്പോൾ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ നിർമ്മിക്കുന്ന മെഗാ ഡാം പദ്ധതി ഏതായിരിക്കാം? അത് പറയുന്നത് സാവൽകോട്ട് മെഗാ ഡാം പദ്ധതിയാണ് അല്ലേ. തുറന്നു വിട്ട് കഴിഞ്ഞാൽ എല്ലാ എണ്ണവും കൂടെ സെത്ത് പോവും. അതായത് ഈ പറഞ്ഞ സാവൽകോട്ട് മെഗാ ഡാം പദ്ധതി. ഓക്കെ ആയോ? ഓക്കെ, അടുത്ത നോക്കിയേ. നിലവിലുള്ള UTS ആപ്പിന് പകരമായിട്ട് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായിട്ട് റെയിൽവേ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് ഏതാണെന്നുള്ളതാണ് അല്ലേ. UTSന് പകരമായിട്ട് റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തിറക്കിയ ആപ്പ് ഏതാണെന്നുള്ളതാണ്. അത് ഏതായിരിക്കാൻ വരിക? റെയിൽ 1 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരിക കേട്ടോ. ഏതാണത്? റെയിൽ 1 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരിക. ഇനി എങ്ങനെ റെയിൽ 1 ഓർത്തിരിക്കാം? ആദ്യം എന്താണ് UTS എന്നുള്ളത് ഓർത്തിരിക്കണം. എന്താണ് UTS എന്ന് അറിയപ്പെടുന്നത്? അതായത് ഈ പറയുന്ന അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റമാണ്. അൺറിസർവ്ഡ് ടിക്കറ്റ് സിസ്റ്റമാണ് ഈ പറഞ്ഞ UTS എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ടാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന റെയിൽ 1 വരുന്നത് അല്ല. അതിന് പകരമായിട്ടാണ് എന്ത് വരുന്നത്? ഈ റെയിൽ 1 വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പല സേവനങ്ങൾക്കായിട്ട് റെയിൽവേക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന പല വെബ്സൈറ്റുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇനി എന്ത് ചെയ്യണ്ട? ഈ പറയുന്ന പല വെബ്സൈറ്റുകളുടെ അല്ലെങ്കിൽ പറയുന്ന പല ആപ്പുകളുടെ പുറയിൽ പോകണ്ട. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും അല്ലേ. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും അല്ലേ. എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും എന്നുള്ള കാര്യം എന്ത് ഓർത്തിരിക്കും. എല്ലാം ഒരു കുടക്കീഴിൽ അല്ലേ. റെയിൽവേയുടെ എല്ലാം ഒരു കുടക്കീഴിൽ. ഓക്കെ, ഇത് ട്രെയിനാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ ഓക്കെ, ഇത് ട്രെയിനാണ്. അപ്പോൾ ആ ട്രെയിനിൻ്റെ എല്ലാ സർവീസ് എന്ത് കഴിയും? ഒരു കുടക്കീഴിൽ കിട്ടും. അപ്പോൾ റെയിൽ 1 അല്ലേ. എന്താണ്? റെയിൽ 1. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അനലോക ആസ്ട്രോണറ്റ് ആരാണെന്നുള്ളതാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അനലോക ആസ്ട്രോണറ്റ് ആരാണെന്നുള്ളതാണ് ചോദ്യം. ആരായിരിക്കാൻ വരിക? ആദിത്യ പാണ്ഡെയാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ആരാണത്? ആദിത്യ പാണ്ഡെയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അനലോക ആസ്ട്രോണറ്റ് ആരായിരിക്കാം? ആദിത്യ പാണ്ഡെയാണ്. ഇനി എങ്ങനെ ഓർത്തിരിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കേ. ആസ്ട്രോണറ്റ് എന്ന് പറഞ്ഞാൽ എവിടെ പോകുന്നവരാണ്? ബഹിരാകാശത്ത് പോകുന്നവരാണ് ആണല്ലോ. ഇവിടാണ് ബഹിരാകാശത്തേക്ക് പോകുന്നവരാണ് അല്ലേ. ബഹിരാകാശത്ത് പോകുന്നവരാണ്. ബഹിരാകാശത്ത് എപ്പോഴും ഈ പറയുന്ന രീതിയിൽ നമുക്ക് വെട്ടം നൽകുന്ന ആരായിരിക്കാം? ബഹിരാകാശത്ത് പ്രധാനമായിട്ടും വെട്ടം വിളിച്ചു നൽകുന്ന ആരാണ്? സൂര്യനാണ്. സൂര്യന് മറ്റൊരു പേര് ആദിത്യ എന്നുള്ളതാണ്. ഓർത്തിരിക്കുക, ആദിത്യ പാണ്ഡെ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പുരുഷ അനലോക ആസ്ട്രോണറ്റ് ആരാണത്? അത് ആദിത്യ പാണ്ഡെ എന്നുള്ളവരെ ഓർത്തിരിക്കുക. അടുത്തത്, കേരളത്തിൽ നിന്നും പുതുതായിട്ട് കണ്ടെത്തിയ സ്ലെൻഡർ ബൊംബാർഡിയൻ തുമ്പിവർഗത്തിന്റെ ശാസ്ത്രനാമം ഏതാണെന്നുള്ളതാണ് അല്ലേ. കേരളത്തിൽ നിന്നും പുതുതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന സ്ലെൻഡർ ബൊംബാർഡിയൻ തുമ്പിവർഗത്തിന്റെ ശാസ്ത്രീയ നാമം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കാൻ വരിക? കേരളത്തിൽ നിന്ന് കണ്ടെത്തി. അപ്പം ആ ഒരു തുമ്പിക്ക് എന്തായാലും ഒരു കേരളത്തിന്റെ പേര് നൽകിയില്ലേ, അത് മോശമല്ലേ അല്ലേ. അപ്പോൾ ഏതായിരിക്കാൻ വരിക? ലിറിയോത്തേമിസ് കേരളൻസസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. എന്താണത്? ലിറിയോത്തേമിസ് കേരളൻസസ്. ഈ ലിറിയോത്തേമിസ് എന്നുള്ള പേര് നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ലിറിയോത്തേമിസ് എബ്രഹാം എന്നുള്ള പേര് അല്ലേ. ഈ പറയുന്ന രീതിയിൽ ലിറിയോത്തേമിസ് എബ്രഹാം എന്നുള്ള ഇത്തരത്തിൽ ഡ്രാഗൺ ഫ്ലൈകൾക്ക് നൽകി വരുന്ന ഒരു ജീനസ് നെയിമാണ് ലിറിയോത്തേമിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കേരളത്തിൽ നിന്ന് കണ്ടുപിടിച്ചത് കൊണ്ട് എന്ത് നൽകി? കേരളൻസസ് എന്നുള്ള പേര് നൽകി. ഓക്കെ, മലബാറിക്ക അല്ല, ഈ പറയുന്ന എക്സ്റ്റൻഷൻസ് എന്നല്ല, ഈ പറയുന്ന NGK എന്നുള്ളതൊന്നും അല്ല. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണത്? കേരളൻസസ് എന്നുള്ളതാണ്. അപ്പം ലിറിയോത്തേമിസ് കേരളൻസസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്? ശരിയായിട്ടുള്ള പേരെന്ന് പറയുന്നത് അല്ലേ. കേരളത്തിൽ നിന്ന് കണ്ടെത്തി കേരളൻസസ്. ഓക്കെ, അടുത്ത എന്താണ്? കേരളത്തിലെ 23 വർഷങ്ങൾക്ക് ശേഷം നടന്ന SIR നടപടികളിൽ ആദ്യമായി എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ജില്ല ഏതാണെന്നുള്ളതാണ് അല്ലേ. കേരളത്തില് ഈ പറയുന്ന SIR നടപടികളിൽ ആദ്യമായിട്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്ന ജില്ല ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കാം ജില്ല? ഏതായിരിക്കാം ജില്ല വരിക? ഏതാണത്? ആലപ്പുഴയാണ്. ഏതാണത്? ആലപ്പുഴയാണെന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ ആലോചിച്ചാൽ മതി അല്ലേ. ഈ പറയുന്ന കേരളത്തിൽ തന്നെ ഏറ്റവും ചെറിയൊരു ജില്ലയും കൂടിയാണ് ആലപ്പുഴ ആണല്ലോ. ഈ പറഞ്ഞ SIR നടപടി അല്ലെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ആളുകളെല്ലാം ഈ പറഞ്ഞ വാരി പറക്കിയിട്ട് ഈ ഒരു നാട്ടിൽ എത്രത്തോളം ആളുകളുണ്ട്, അവർക്ക് ആർക്കൊക്കെ ഈ പറയുന്ന വോട്ടുകൾ അവകാശം ഉണ്ടെന്നൊക്കെ എന്ത് കണക്കാക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് എണ്ണി തീർക്കാൻ ഏറ്റവും എളുപ്പം ആരെയായിരിക്കാം? ഏറ്റവും വലിയൊരു സ്ഥലത്ത് ഒരുപാട് പേരെയാണ്, അത് ഏറ്റവും കുഞ്ഞു സ്ഥലത്ത് കുറച്ച് ആളുകളെയാണ്. ആരായിരിക്കാം? ഏറ്റവും കുഞ്ഞു സ്ഥലത്ത് ഏറ്റവും കുറച്ച് ആളുകളെ ആയിരിക്കും അല്ലേ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടെ പോപ്പുലേഷൻ കുറവാണെന്നുള്ളതല്ല, അങ്ങനെ പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതായിരിക്കാൻ വരിക? ആലപ്പുഴ ആയിരിക്കാൻ വരിക അല്ലേ. അപ്പോൾ കേരളത്തിൽ 23 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന SIR നടപടികളിൽ ആദ്യമായിട്ട് എല്ലാ നടപടിയും പൂർത്തിയാക്കിയിട്ടുണ്ടാകുന്ന ജില്ല ഏതാണത്? ആലപ്പുഴയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, ആലപ്പുഴയാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ ജില്ല. അപ്പോൾ ഏറ്റവും കുറച്ച് ആളുകളെ എണ്ണി തിട്ടപ്പെടുത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കുറേ ലോജിക്ക് അന്വേഷിച്ചൊന്നും പോകരുത്. ഓക്കെ, ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് പറയുന്നത് കേട്ടോ, ഓരോ കഥയായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ കേരളത്തിൽ 23 വർഷങ്ങൾക്ക് ശേഷം നടന്ന് SIR നടപടികളിൽ ആദ്യമായിട്ട് എല്ലാ നടപടിയും പൂർത്തിയാക്കിയ ജില്ല ഏതായിരിക്കാം? അത് ആലപ്പുഴയാണ്. ഓക്കെ, അതേപോലെ തന്നെ 100% ഡിജിറ്റലൈസേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതായിരിക്കാം? 100% ഡിജിറ്റലൈസേഷൻ ഓഫ് വോട്ടർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതായിരിക്കും? അത് രാജസ്ഥാനാണ് അല്ലേ? ഏതാണത്? രാജസ്ഥാനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഏതാണ്? രാജസ്ഥാനാണ്. അടുത്തത് എന്താണത്? സ്കെയില ത്രെഡ് ലാബ്സ് 2026 AI സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രകാരം എന്റർപ്രൈസസ് AI ഉപയോഗത്തിലെ ഇന്ത്യയുടെ ആഗോള സ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. AI ഉപയോഗത്തിലെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സ്കെയില ത്രെഡ്സ് AI 2026 AI സെക്യൂരിറ്റി റിപ്പോർട്ട് പ്രകാരം AI ഉപയോഗത്തിൽ ഇന്ത്യയുടെ ആഗോള സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഈ പറയുന്ന വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, പഠിക്കുന്നവരായിക്കോട്ടെ, ഒരു സംശയം നമ്മൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? ആദ്യമേ തന്നെ ഇങ്ങോട്ടേക്കായിരിക്കാം. ആദ്യം നമ്മൾ നോക്കുക, ഈ പറഞ്ഞ ഗൂഗിളോ മറ്റായിരിക്കും അടിച്ചു നോക്കുക. ഗൂഗിളിൽ തന്നെ ഇപ്പോൾ അടിച്ചു നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം എന്ത് ചെയ്യും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ക്രോഡീകരിച്ച് ഒരു ചെറിയൊരു പാരഗ്രാഫായിട്ട് നമ്മുടെ മുന്നിലേക്ക് തരും ആണല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന എവിടെയായിരിക്കും? നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെ ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പക്ഷേ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനം ആര് കൊണ്ടുപോയി? 1ാം സ്ഥാനം ആര് കൊണ്ടുപോയി? ഓക്കെ, ഈ പറഞ്ഞ ലോക പോലീസ് എന്ന് പറയുന്ന ആരാണ്? ഇത് അമേരിക്കയാണ് അല്ലേ? അപ്പോൾ ആരാണ്? അമേരിക്ക കൊണ്ടുപോയി. അപ്പോൾ 1ാം സ്ഥാനം അമേരിക്ക കൊണ്ടുപോയി അല്ലേ? 1ാം സ്ഥാനം അമേരിക്ക കൊണ്ടുപോയി. 2ാം സ്ഥാനം ആരും കൊണ്ടുപോയി? നമ്മുടെ ഇന്ത്യയും കൊണ്ടുപോയി അല്ലേ? 2ാം സ്ഥാനത്തേക്ക് ഇന്ത്യ തട്ടപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഓർത്തേക്ക് എളുപ്പമുണ്ട്. കാരണം AI എന്നുള്ള പഠിച്ചു വെച്ചാൽ മതി. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു AI. അതായത് 1ാം സ്ഥാനത്ത് അമേരിക്ക, 2ാം സ്ഥാനത്ത് ഇന്ത്യ. അതാണ് AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓർത്തിരിക്കരുത് എന്നാണ് അതീ പറയുന്ന അമേരിക്ക, ഇന്ത്യ എന്നുള്ള കാര്യത്തിൽ എന്ത് ഓർത്തിരിക്കുക. അപ്പോൾ ആഗോള സ്ഥാനം AI ഉപയോഗത്തിൽ ആഗോള സ്ഥാനം ഈ പറയുന്ന ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അതീ പറയുന്ന 2ാമതാണ്. അടുത്ത എന്താണ്? കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 25 ലക്ഷം തൊഴിലാളികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതി ഏതാണെന്നുള്ളതാണ് അല്ലേ? കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള 25 ലക്ഷം തൊഴിലാളികൾക്കായിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്ന ആശ്രിത ധനസഹായ പദ്ധതി ഏതാണത്? അവർക്കൊരു എന്തെങ്കിലും രക്ഷ നൽകുക, അവർക്ക് സുരക്ഷിതത്വം നൽകുക, അതായത് രക്ഷ നൽകുക എന്നുള്ളതാണ്. ഏതായിരിക്കാം? രക്ഷാ കവചം അല്ലേ? ഏതാണത്? രക്ഷാ കവചം. തൊഴിലാളികൾക്ക് രക്ഷ നൽകുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് അല്ലെ? തൊഴിലാളികൾക്ക് രക്ഷ നൽകുക എന്നുള്ളത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇതാണത് രക്ഷാ കവചം എന്നുള്ളതാണ് അല്ലേ? ഏതാണത്? രക്ഷാ കവചം അല്ലേ? അതായത് തൊഴിൽ മന്ത്രി ആരാണ്? വി ശിവൻകുട്ടിയാണ് അല്ലേ? തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ്. ഓക്കെ, അടുത്തത് ചന്ദ്രയാൻ 4ന്റെ ദൗത്യത്തിലെ ലാൻഡിംഗ് ഇറങ്ങാൻ സാധ്യതയുള്ളതായിട്ട് അല്ലെ? ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള കണ്ടെത്തിയ ചന്ദ്രനിലെ പർവ്വത മേഖല ഏതാണെന്നുള്ളതാണ് അല്ലെ? ചന്ദ്രയാൻ 4 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള ചന്ദ്രനിലെ പർവ്വത മേഖല ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായിരിക്കാൻ വരിക? ഇത്ര ഓർത്തിരുന്നാൽ മതി. ചന്ദ്രനിലെ അല്ലെ? ഈ പറയുന്ന ചന്ദ്രനിലെ പർവ്വതം അല്ലെ? ചന്ദ്രനിലെ പർവ്വതം ആണല്ലോ അല്ലേ? ചന്ദ്രനിലെ പർവ്വതമാണ് എന്ത് ചെയ്യാൻ നമുക്ക് വേണ്ടത് ആണല്ലോ. ചന്ദ്രനിലെ പർവ്വതം എന്ന് പറയുമ്പോൾ എന്ത് വരും? ചന്ദ്രൻ, മൂൺ, പർവ്വതം, മൗണ്ടെയിൻ ആണല്ലോ, മൗണ്ടെയിൻ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മൗണ്ടിനകത്ത് ഈ പറഞ്ഞ ഒരു O വെട്ടുന്നു, മൗണ്ടൈനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന രീതിയിൽ എന്നും വെട്ടിക്കളയുന്നു, എല്ലാം വെട്ടി O ആക്കിയിട്ട് എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന രീതിയിൽ മോൺ മൗണ്ടൈൻ എന്ന് കിട്ടും. ഈ പറയുന്ന മോൺ മൗണ്ടൈൻ എന്ന് എന്ത് ഉത്തരം കിട്ടും അല്ലേ? മോൺ മൗണ്ടൈൻ എന്ന് അവിടെ ഉത്തരം നൽകും. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരിക്കും വരുന്നത്? മോൺസ് മൗണ്ടൈൻ ആണ്. അപ്പോൾ ചന്ദ്രയാൻ 4 ദൗത്യത്തിൽ ലാൻഡർ ഇറങ്ങാൻ സാധ്യതയുള്ള കണ്ടെത്തിയിട്ടുള്ള ചന്ദ്രനിലെ പർവ്വത മേഖല ഏതായിരിക്കാം? അത് മോൺസ് മൗണ്ടൈൻ ആണ് അല്ലേ? മൂൺസ് മൗണ്ടൈൻ ഓർത്ത് നിന്നിട്ട് ഈ പറയുന്ന വേണ്ടാത്ത OU എന്നൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി. ഇപ്പം എന്ത് കിട്ടും? ഇപ്പം മൂൺസ് മൗണ്ടൈൻ എന്നുള്ളത് എന്താക്കി മാറി കിട്ടും? മോൺസ് മൗണ്ടൈൻ ആക്കി എന്ത് നമുക്ക് ഉത്തരം കിട്ടും. അടുത്തത് 2026 ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സിൽ പ്രകാരം സൈനിക ശക്തിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ്. എത്രയായിരിക്കാം? സൈനിക ശക്തിയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാമതാണ് അല്ലേ? എന്നാൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാമതാണ് അല്ലേ? അപ്പോൾ 1ാമത് USA, 2ാമത് റഷ്യ, 3ാമത് എന്ത് വരും? 3ാമത് ചൈന, 4ാമത് ഇന്ത്യയും വരും. ഓക്കെ അല്ലേ? അടുത്തത് കേരള സർക്കാരിൻ്റെ സിസ്റ്റർ സ്റ്റേറ്റ് എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ തീരുമാനിച്ച ജർമ്മൻ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് അല്ലേ? ജർമ്മൻ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ സിസ്റ്റർ സ്റ്റേറ്റ് എഗ്രിമെന്റ് ഒപ്പുവെക്കാൻ തീരുമാനിച്ച ജർമ്മൻ സംസ്ഥാനം ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഏതായിരിക്കാം വരിക? ഏതായിരിക്കും? ഹെസ്സെ ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത് അല്ലേ? ഏതാണത്? ഹെസ്സെ ആണ് എന്ത് ചെയ്യുക ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ,
അടുത്തത് ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ടിന്റെ ശാസ്ത്രീയ നാമം ഏതാണെന്നുള്ളതാണ് അല്ലേ. ലക്ഷദ്വീപിലെ അഗത്തി ദ്വീപിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം ഞണ്ടിന്റെ ശാസ്ത്രീയ നാമം ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. പുതിയ ഇനം ഞണ്ടാണ്. അപ്പൊ ഞണ്ടിന്റെ ശാസ്ത്രീയ നാമം അറിയണം. ഏതായിരിക്കാം വരിക? ഏതായിരിക്കാം? പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യമേ കയറി കുത്തുന്ന ഏതായിരിക്കും അറിയാമോ? ഈ പറയുന്ന ഗലാത്തിയ ലക്ഷദ്വീപൻസിസ് എന്നുള്ളതായിരിക്കും. തെറ്റി. അവിടെ നിങ്ങൾക്ക് തെറ്റും അല്ലേ, അവിടെ നമുക്ക് തെറ്റും. ഏതായിരിക്കാൻ വരിക? ഗലാത്തിയ സുബ്രഹ്മണ്യനി എന്നുള്ളതാണ് അല്ലേ. ഗലാത്തിയ സുബ്രഹ്മണ്യനി എന്നുള്ളതാണ്. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ടായിരുന്ന VC ആയിട്ടൊക്കെ ഉണ്ടായിരുന്ന T സുബ്രഹ്മണ്യത്തിന് ഓർമ്മയ്ക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിന് ഇത്തരത്തിലുള്ള പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ശരിയായിട്ടുള്ള പേര് ഏതാണത്? ഗലാത്തിയ സുബ്രഹ്മണ്യനി എന്നുള്ളതാണ്. ഈ ചെറിയ ഇനം വരുന്ന ഞണ്ടുകളെ വിളിക്കുന്ന പേരാണ് ഗലാത്തിയ എന്നുള്ളത് കേട്ടോ. അപ്പൊ ഈ പറഞ്ഞ T സുബ്രഹ്മണ്യന്റെ പേര് തന്നെ നൽകി. അപ്പൊ അതുകൊണ്ട് ഗലാത്തിയ സുബ്രഹ്മണ്യൻ എന്നുള്ള പേര് എന്ത് ചെയ്തതിനകത്ത് ലഭിച്ചു. അപ്പൊ ലക്ഷദ്വീപിൽ അഗത്തി ദ്വീപിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഞണ്ടിന്റെ ശാസ്ത്രനാമം എന്താണത്? ഗലാത്തിയ സുബ്രഹ്മണ്യനി എന്നുള്ളതാണ്. അടുത്തതോ, വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ TCSനെ മറികടന്ന് ഇന്ത്യയിലെ 4ാമത്തെ വലിയ കമ്പനിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ഏത് കമ്പനിയാണ്? വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ TCSനെ മറികടന്നുകൊണ്ട്. TCS എന്താണത്? ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണല്ലേ. എന്താണത്? ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് എന്ത് ചെയ്യുന്നത്? TCS എന്ന് പറയുന്നത്. അപ്പൊ TCS വലിയൊരു ഭീമനാണ്. അപ്പോൾ ഭീമനെ മറികടക്കണം അല്ലേ. അപ്പൊ അതിന് വലിയൊരു കാശുകാരനായിട്ടുള്ള ആൾ വേണം. ഏറ്റവും കൂടുതൽ കാശുള്ള ആരായിരിക്കാം? നമുക്കെല്ലാം കാശ് തരുന്ന ആരായിരിക്കാം? ബാങ്ക് ആയിരിക്കാം അല്ലേ. പറയുന്ന രീതിയിൽ അംബാനി പോലും ആരെയും കടം മേടിക്കും, ബാങ്കിന്റെ കടം മേടിക്കും അല്ലേ. അപ്പൊ അത്തരത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് ഏതായിരിക്കാം? ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൺസ്യൂമർ ബാങ്ക് ഏതായിരിക്കാം? അത് SBI ആണ് അല്ലേ. ഏതാണത്? SBI ആണ്. അപ്പോൾ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ TCSനെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ 4ാമത്തെ വലിയ കമ്പനിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അല്ലേ. ഈ പറഞ്ഞ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഈ പറഞ്ഞ കൺസ്യൂമർ ബാങ്ക് കൂടിയാണെന്ന് പറയുന്നത് SBI എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, പിടി കിട്ടിയോ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാശ് കൊണ്ടിടുന്നു, അപ്പോൾ അതുകൊണ്ട് അവൻ സമ്പന്നനാകുന്നു. ഓക്കെ, സംഭവം വേറെ ആണെങ്കിലും ഈ ഒരു ലോജിക്ക് വെച്ച് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ TCSനെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ 4ാമത്തെ വലിയ കമ്പനിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് SBI ആണ് അല്ലേ. അടുത്തത്, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ആദ്യ മൊഡ്യൂൾ വിക്ഷേപിക്കാൻ ISRO ലക്ഷ്യമിടുന്ന വർഷം ഏതാണെന്നുള്ളതാണ് അല്ലേ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ആദ്യ മൊഡ്യൂൾ വിക്ഷേപിക്കാൻ ലക്ഷ്യമിടുന്ന വർഷം ഏതാണെന്നുള്ളതാണ്. ISRO ലക്ഷ്യമിടുന്ന വർഷം ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? ഈ വർഷം നടക്കത്തില്ല. അടുത്ത വർഷമോ? അടുത്ത വർഷവും ഇല്ല. അപ്പോൾ ഏത് വർഷമായിരിക്കും? 2028 ആണ്. 2020 നമുക്ക് മറ്റൊരു പരിപാടിയുണ്ട്. ഏതറിയാവോ? ഹേവൻ 1. നാസയുടെ ഈ പറഞ്ഞ ISSന്റെ ഈ പറയുന്ന കാലാവധി കഴിയുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ടൊരു പ്രൈവറ്റ് നിർമ്മിതമായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ആവശ്യകതയുണ്ട്. അപ്പോൾ അത് നിറവേറ്റാൻ വേണ്ടി പോകുന്ന ആരാണത്? ഹേവൻ 1 മിഷനാണ് അല്ലേ. ഹേവൻ 1 മിഷനാണ്. അവൻ 2027 പോകും. നമ്മൾ എന്ത് ചെയ്യും? അതിന് തൊട്ട് പറയാം, പിറ്റേ വർഷം നമ്മൾ വെച്ച് പിടിക്കും. എത്ര വർഷം? 2028 അല്ലേ. ഇപ്പോൾ 2027 അനിയൻ പോവും, 2028 ചേട്ടനും പോവും. ഓക്കെ, അടുത്തത്, ജെല്ലി AIP, സമുദ്ര 2.0, ശിവാസ് എന്നീ സേവനങ്ങൾ എന്താണ് ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സ്ഥാപനം ഏതാണെന്നുള്ളതാണ്. ജെല്ലി AIP, സമുദ്ര 2.0, ശിവാസ് എന്നീ പറയുന്ന സേവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്ന സ്ഥാപനം ഏതാണെന്നുള്ളതാണ്. ഇനി എന്താണ് ഇതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. ഇപ്പം ജെല്ലി ഫിഷ് ഉണ്ടല്ലോ, ഈ ജെല്ലി ഫിഷുകൾ കടലിലൊക്കെ വലിയ ശല്യമാണ് അല്ലേ. ഈ പറയുന്ന എന്താണ് മത്സ്യത്തൊഴിലാളികൾക്ക്, ഈ ഫിഷർമെൻസിന്, അതേപോലെ തന്നെ ഈ പറയുന്ന ടൂറിസ്റ്റുകളൊക്കെ എന്താണ് വലിയ തലവേദനയാണ് ഇവൻ എവിടെയെല്ലാം സ്ഥലത്ത് എവിടെയെല്ലാം ഒക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു സംവിധാനമാണ് ഈ ജെല്ലി AIP, സമുദ്ര 2.0, ശിവാസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ സേവനങ്ങൾ ആരംഭിച്ച സ്ഥാപനം ഏതാന്നുള്ളതാണ്. സ്ഥാപനം ഏതാന്നുള്ളതാണ്. ഏതായിരിക്കാം? ഇൻകോയിസ് എന്നുള്ളതാണ്. ഇൻകോയിസ്. ഓക്കെ, ഇനി എന്താണ് ഇൻകോയിസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് എന്നുള്ളതാണ്. ഓക്കെ, ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസസ് എന്നുള്ളതാണ് ഇൻകോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അധികം പ്രധാനപ്പെട്ട വിവരങ്ങൾ നൽകുന്നത്. ഓക്കെ, അടുത്ത നോക്കിയാൽ നമുക്ക് അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയിലെ ആദ്യ പൂർണ്ണമായും കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം എവിടെയാണെന്നുള്ളതാണ് അല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും പരിമിതർക്കുള്ള കാഴ്ച പരിമിത സൗഹാർദ്ദ മ്യൂസിയം എവിടെയാണ് നിലവിൽ വരുന്നത് എന്നുള്ളതാണ്. എവിടെയായിരിക്കാം? നിള ഹെറിറ്റേജ് മ്യൂസിയം ആണ് അല്ലേ. ഏതാണത്? നിള ഹെറിറ്റേജ് മ്യൂസിയം. നിള എന്ന് പറഞ്ഞ ഭാരതപ്പുഴ.
ഈ പറയുന്ന എന്താണ് ഭാരതപ്പുഴ ഒഴുകുന്ന എവിടെയായിരിക്കാം? ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ? തൃശ്ശൂർ, പിന്നെ ഏതൊക്കെ ഉണ്ട്? പാലക്കാട്, മലപ്പുറം എന്നീ പറഞ്ഞ സ്ഥലങ്ങളിലൂടെയാണ് എന്ത് ഒഴുകുന്നത്? ഈ പറയുന്ന നിള ഒഴുകുന്നത് ആണല്ലോ. വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു നദിയും കൂടിയാണ് ഇതെന്ന് പറയുന്നത്, നിള എന്ന് പറയുന്നത് ആണല്ലോ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് എന്ത് ഓർത്തിരിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കാഴ്ച പരിമിത സൗഹാർദ്ദ മ്യൂസിയം വരുന്നത് അത് നിളയാണ്, മലപ്പുറമാണ് അല്ലേ? മലപ്പുറത്താണ് നിള ഹെറിറ്റേജ് മ്യൂസിയം, പൊന്നാനി. ഓക്കെ, അടുത്തത് സ്കാം സേ ബച്ചോ പ്രചാരണ പരിപാടി ആരംഭിച്ചത് ഏത് വിഷയത്തിനെതിരെ ബോധവൽക്കരിക്കാനാണെന്നുള്ളതാണ്. സ്കാം സേ ബച്ചോ എന്ന പ്രചാരണ പരിപാടി ആരംഭിച്ചത് ഏത് വിഷയത്തിനെതിരെ ബോധവൽക്കരിക്കാനാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? അത് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ I4C എന്നുള്ള സംവിധാനം, അതായത് ഈ പറയുന്ന സൈബർ ക്രൈമുകൾക്കൊക്കെ എതിരെ നടത്തുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് I4C എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ I4C എല്ലാം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എന്ത് ചെയ്യുന്നത്, ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ബോധവൽക്കരണ പരിപാടി ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തിനായിരിക്കാം? ഒന്നാമതേ ഈ പറഞ്ഞ രീതിയിൽ സ്കാം സേ ബച്ചാവോ എന്നുള്ളതാണ്. സ്കാം ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്നത് മൊബൈലിലൂടെയൊക്കെ മറ്റുമാണ്. മൊബൈലിലൂടെ ഇന്റർനെറ്റ് സർവീസുകളിലൂടെയാണ് എന്ത് സ്കാമുകൾ നടക്കുന്നത്. അപ്പോൾ സൈബർ ക്രൈമുകളിലൂടെയാണ്. ഇനി ഇത്ര ക്രൈമുകൾ നടന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കാം? ഈ വിർച്വൽ അറസ്റ്റ് ഒക്കെ ചെയ്ത് ആദ്യം ചോദിക്കുന്നത് എന്തായിരിക്കാം? കാശായിരിക്കാൻ ചോദിക്കുക അല്ലേ. അപ്പോൾ എന്താണ്? ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളാണല്ലേ. ഏതാണിത്? ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് എന്ത് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ സ്കാം സേ ബച്ചോ എന്ന പ്രചാരണ പരിപാടി ആരംഭിച്ചത് ഏത് വിഷയത്തിനെതിരെ ബോധവൽക്കരിക്കാനാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഏതായിരിക്കാം വരിക? ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് 2000 വർഷം പഴക്കമുള്ള തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങൾ കണ്ടെത്തിയ സ്ഥലം ഏതാണെന്നുള്ളതാണ് അല്ലെ. 2000 വർഷമുള്ള തമിഴ് ബ്രാഹ്മി ലിഖിതങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്ന സ്ഥലം ഏതാണെന്നുള്ളതാണ്. ഏതായിരിക്കാം? നമ്മൾ ഇന്നലെ പഠിച്ചതും കൂടിയാണ്. ഏതാണ്? ഈ പറയുന്ന തിബിസ് ആണ്. തിബിസിനെ പഠിച്ചു നോക്കാവും. ഈ പറയുന്ന ഇത് എന്താണ്? ഈ പറഞ്ഞ എന്താണ്? തിബിലീസ് എന്ന് കാര്യം ഓർത്തിരിക്കുക. തിബിലീസ് അല്ല, അത് ഈ ജോർജിയയുടെ തലസ്ഥാനമാണ് തിബിലീസ്. ഇത് ഏതാണ് വരിക? തിബീസ് എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ പഴയ തലസ്ഥാനമായിരുന്നു. ഈജിപ്തിൻ്റെ ഇപ്പോഴത്തെ ഈ പറയുന്ന എന്താണ്? ഇപ്പോഴത്തെ തലസ്ഥാനമല്ല. ഇപ്പോൾ വരുന്നത് ഏതായിരിക്കാം? ഇപ്പം കൈറോ അല്ലേ. പറയുന്ന കൈറോയും മറ്റോ ആണ് ഈ പറയുന്ന രീതിയെന്ന് തോന്നുന്നു അല്ലേ. കൈറോ മറ്റോ ആണ് ഈ പറയുന്ന ഈജിപ്തിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. കെയ്റോ ആണല്ലേ. കെയ്റോ മറ്റോ ആണ് ഈ പറയുന്നത് ഈജിപ്തിൻ്റെ ഇപ്പോഴത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് അല്ലെ. ഇപ്പം പണ്ടത്തെ തലസ്ഥാനമാണെന്ന് പറയുന്നത് ഈ പറഞ്ഞ തിബിലീസ് എന്ന് പറയുന്നത് അല്ലേ. ഏതാണത്? തിബിലീസ് എന്ന് പറയുന്നത്. സോ തിബിലീസ് അല്ല, തിബീസ് എന്ന് പറയുന്നത്. ഓക്കെ, തിബീസ് എന്ന് പറയുന്നത് അത് ഏതാണ്? ഈജിപ്തിലാണ്. ഈജിപ്തിലെ മമ്മികളുടെയൊക്കെ മുകളിലായിട്ടാണ് ഈ പറഞ്ഞ ബ്രാഹ്മി തമിഴ് ലിഖിതങ്ങൾ എന്ത് ചെയ്യുന്നത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ബ്രാഹ്മി ലിഖിതങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ ജെയിംസ് പ്രിൻസിപ്പാണ്. ഈ ബ്രാഹ്മി ലിഖിതങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മൗര്യ സാമ്രാജ്യ സമയത്ത് ഒരു എഴുത്ത് ലിപിയാണ്. മൗര്യ എംപയറിന്റെ സമയത്തുള്ള ഒരു എഴുത്ത് ലിഖിത സംവിധാനമാണ് ഈ പറയുന്ന ബ്രാഹ്മി ലിപി എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അത് കണ്ടെത്തിയത് എവിടെയായിരിക്കാം? ഈജിപ്തിലാണ്. അടുത്ത് നോക്കിയാലോ, ഇന്ത്യയിലെ ആദ്യ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലഗതാഗത സ്റ്റേഷൻ ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിലെ ആദ്യ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലഗതാഗത സ്റ്റേഷൻ ഏതായിരിക്കും? അത് വൈക്കമാണ് അല്ലെ. ഏതാണത്? വൈക്കമാണ് അല്ലേ. ഏതാണത്? വൈക്കമാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, വൈകിയാണെങ്കിലും വെട്ടം വന്നു എന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി. വൈകിയായാലും വെട്ടം വന്നു. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലഗതാഗത സ്റ്റേഷൻ അല്ലേ ഏതായിരിക്കാം? അത് വൈക്കത്താണെന്ന് എന്ത് ഓർത്തിരിക്കുക? വൈക്കം. ഓക്കെ, അതേപോലെ തന്നെ ആദിത്യ പ്രത്യേകത ഉണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ഈ പറയുന്ന സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബോട്ടാണ് എന്താ പറയുന്നത്? ആദിത്യ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അടുത്തത് വാട്സാപ്പിന് പകരമായിട്ട് റഷ്യ നിർദ്ദേശിച്ച ഒഫീഷ്യൽ മെസ്സഞ്ചർ ആപ്പിന്റെ പേരെന്താണെന്നുള്ളതാണ് അല്ലേ. ഇതാണത് മാക്സ് എന്നുള്ളതാണ് അല്ലേ. ഇതാണത് മാക്സ് എന്നുള്ളതാണ് കേട്ടോ. ഈ പറയുന്ന റഷ്യൻ ഭാഷയിലാണ് ഇതിങ്ങനെ എഴുതുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് മാക്സ് ആണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. വാട്സാപ്പ് ആരുടെ കീഴിലാണ്? മാർക്ക് സക്കർബർഗിന്റെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സക്കർബർഗിന്റെ ഈ പറഞ്ഞ കെ എടുത്ത് മാറ്റി നമ്മൾ എക്സ് ഇട്ടുന്നു. അപ്പോൾ എന്ത് കിട്ടി? മാക്സ് കിട്ടി. റഷ്യ മാർക്സിസം കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രസിദ്ധമാണ് ഈ പറയുന്നത് മാർക്സിസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ അങ്ങനെ പേരൊക്കെ വെച്ച് ഓർത്തിരിക്കുക. വാട്സാപ്പിന് പകരമായിട്ട് റഷ്യ നിർദ്ദേശിച്ച ഒഫീഷ്യൽ മെസ്സഞ്ചർ ആപ്പ് അത് മാർക്സ് ആണ്. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ചോദ്യം കൊണ്ട് നോക്കിയാലോ. അടുത്ത ചോദ്യം എന്താണ്? അഴിമതി സൂചികയിൽ CPA 2025 പ്രകാരം 152 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളതാണ് അല്ലേ. എത്രയറിയാം ഇന്ത്യയുടെ സ്ഥാനം? ഇന്ത്യയുടെ സ്ഥാനം 91ആണ്. ഇന്ത്യയുടെ സ്ഥാനം 91ആണ്. തൊട്ട് മുമ്പ് 96 ആയിരുന്നു. ഇപ്പം എത്രയായത്? 91 തൊട്ട് മുമ്പ് 96 ആയിരുന്നു. എളുപ്പമാണ്, കാരണം 9 തിരിച്ചിട്ട് 6 അല്ലേ. തൊട്ട് മുമ്പ് 96 ആയിരുന്നു. ഇപ്പം 5 സ്ഥാനം എന്താണ്
വൃത്തിയാക്കി എങ്ങോട്ടേക്ക് കൊണ്ടുവന്നു? 91ലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് ഈ പറഞ്ഞ ഡെൻമാർക്കാണ്, രണ്ടാമത് ഫിൻലൻഡ്, മൂന്നാമത് സിംഗപ്പൂർ. ഈ പറഞ്ഞ രാജ്യങ്ങളാണ് 1, 2, 3 സ്ഥാനങ്ങളിലുള്ളത്. ഓക്കെ അല്ലേ? 23 USA, 23 സ്ഥാനത്ത് USA, 20ാം സ്ഥാനത്ത് UK എന്നിങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ, സെറ്റ് അല്ലേ? അടുത്തൊരു ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഉപഭോക്തൃ വില സൂചികയുടെ പുതിയ അടിസ്ഥാന വർഷം ഏതാണെന്നുള്ളതാണ്. ഇന്ത്യയിലെ ഉപഭോക്തൃ വില സൂചിക പുതിയ അടിസ്ഥാന വർഷമായിട്ട് കണക്കാക്കുന്നത് ഏത് വർഷമാണെന്നുള്ളതാണ്. തൊട്ട് 3 വർഷങ്ങളിൽ 2021 ആയിരുന്നു അടിസ്ഥാന വർഷമായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ ഇപ്പോഴത്തെ അടിസ്ഥാന വർഷം, CPIയുടെ അടിസ്ഥാന വർഷം ഏതായിരിക്കാം? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ അടിസ്ഥാന വർഷമായിട്ട് കണക്കാക്കുന്ന ഏത് വർഷമാണെന്നുള്ളത് താഴെ കമന്റിൽ അറിയിക്കുക. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഈ പറയുന്ന കമ്പനി ബോർഡിനെ VFAക്ക് വേണ്ടി പഠിക്കുന്നവരാണ്, ബെക്കോയ്ക്ക് വേണ്ടി പഠിക്കുന്നവരാണ്, നമ്മുടെ ACDB അക്കാഡമിയിൽ പ്രയാണം എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ VFAക്കും കമ്പനി ബോർഡിനും എല്ലാം നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ബാച്ചും കൂടിയാണ് പ്രയാണം എന്ന് പറയുന്നത്. ഈ ബാച്ചിൻ്റെ പ്രത്യേകതയാണെന്ന് പറയുന്നത് ഈ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്, അതേപോലെ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും, അതേപോലെ PDF നോട്ടുകളും, അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസും മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് വരെ അതിൻ്റെ ഭാഗമായിട്ട് നൽകി വരുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മൾ ഈ പറയുന്ന പ്രയാണം എന്ന് പറയുന്ന ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ കാണുന്ന വിളിച്ച് എന്ത് ചെയ്ത് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ എല്ലാ ആഴ്ചയിലും വരുന്ന ഈ പറഞ്ഞ വീക്കിലി കറണ്ട് അഫയേഴ്സും നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. കാരണം എല്ലാ ആഴ്ചയിലും നമ്മൾ ഈ പറയുന്ന പഠിച്ചു പോകുന്ന കറണ്ട് അഫയേഴ്സുകളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ടാണ് വീക്കിലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ എന്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ സുഹൃത്തുക്കൾക്ക് എന്ത് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കാണുമ്പോൾ പഠിക്കുന്ന ഗ്രൂപ്പുകളൊക്കെ കാണാം, ഗ്രൂപ്പുകളിലൊക്കെ എന്ത് അയച്ചു കൊടുത്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.